വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിങ്ങ 1-ാം തീയതി ഞങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തിൽ തൊഴാൻ പോയ വീഡിയോ ആണ്. ശനിയാഴ്ച അച്ഛൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഏകദേശം ഒരു 5:30 ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ട്രാഫിക്കൊക്കെ ഉണ്ടായെങ്കിലും 6:30 6:45 ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി. ഞങ്ങളുടെ പുറകെ വന്നവർ ഞങ്ങളെ തട്ടിയിട്ട് മുന്നിലേക്ക് ഓടുന്നുണ്ടപ്പോൾ ഞങ്ങൾക്കൊന്ന് പേടി, നട ഇപ്പോൾ അടയ്ക്കുമോ എന്നുള്ളൊരു ചിന്തയും. ഭാഗ്യം എന്ന് പറയട്ടെ, ഞങ്ങൾക്ക് നല്ലപോലെ തൊഴാൻ പറ്റി. ഒട്ടും ക്യൂ ഉണ്ടായില്ല, പെട്ടെന്ന് കയറ്റി വിടുമായിരുന്നു. കാരണം നട 1 മണിക്കൂറത്തേക്ക് അടക്കിയായിരുന്നു. അതുകൊണ്ടാണ് വേഗം തന്നെ തൊഴാൻ പറ്റിയതും. നല്ലപോലെ തൊഴുതുട്ടു, ഒരു തിരക്കും ഉണ്ടായില്ല, നല്ല സുഖമായിട്ട് തൊഴുതു. തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോൾ ചെണ്ടമേളവും പാട്ടും ഒക്കെ കേൾക്കണമെന്ന് പറഞ്ഞ ഋത്തുവാണ് ഞങ്ങളെ ഓഡിറ്റോറിയത്തിലേക്ക് വലിച്ചുകൊണ്ട് പോയത്. അവിടെ ചെന്നപ്പോൾ എന്താ പിള്ളേരുടെ ഡാൻസ് പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ചു നേരം ഞാൻ അവിടെ ഒരു നൊസ്റ്റാൾജി അടിച്ചു നിന്നു. നൊസ്റ്റാൾജി എന്ന് പറഞ്ഞാൽ വെറും നൊസ്റ്റാൾജി അല്ല കേട്ടോ, 13-18 കൊല്ലം പുറകോട്ടുള്ള നൊസ്റ്റാൾജിയ. ഒരു കാലം എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരുന്നു. സ്റ്റേജുകൾ വിട്ട് സ്റ്റേജുകൾ ഓടി നടന്ന് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ചോറ്റാനിക്കര അമ്പലത്തിൽ 1-2 തവണ ചെയ്തിട്ടുണ്ട്, ഗുരുവായൂരും 2-3 തവണ ചെയ്തിട്ടുണ്ട്. മൂകാംബികയിൽ മാത്രം ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ അവിടെ സരസ്വതി മണ്ഡപത്തിൽ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മെയിൻ സ്റ്റേജുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഒരുപാട് അമ്പലങ്ങളിൽ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരു 10-20-30 സ്റ്റേജുകളിലെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടാവും. എൻ്റെ 1-ാം ക്ലാസ് മുതൽ ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയതാണ്. ഒന്നാണോ LKG UKG ആണോന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എങ്കിലും എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വരെ ഞാൻ നിർത്താതെ ഡാൻസിന് പോയിട്ടിരുന്ന ആളാണ്. ഇപ്പം എനിക്കത് ഓർക്കുമ്പോൾ ശരിക്കും സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പം എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണോ അതോ മടി അടിച്ചിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു കാലം അങ്ങനെയായിരുന്നു. ഒരു കാലഘട്ടം എനിക്കൊരു മറക്കാൻ കഴിയാത്ത എൻ്റെ കാലഘട്ടം. ഓരോ സ്റ്റേജിൽ നിന്ന് ഓരോ സ്റ്റേജിലേക്ക് ഓടുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തള്ളുന്നതാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ സത്യം അങ്ങനെ കേട്ടോ. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നേരെ അമ്പലത്തിൽ പരിപാടി ഉണ്ടെങ്കിൽ ആ അമ്പലത്തിലെ സ്റ്റേജിൽ പോയി പെർഫോം ചെയ്യുക. പിറ്റേ ദിവസം ചിലപ്പോൾ അടുത്ത സ്റ്റേജിലായിരിക്കും, വേറൊരു അമ്പലത്തിലായിരിക്കും. അങ്ങനെ ഓടി നടന്ന് പെർഫോം ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. ശരിക്കും എനിക്ക് സങ്കടമുണ്ട് ഇത് പറയുമ്പോഴും. എനിക്ക് ശരിക്കും ഭയങ്കര വിഷമമുണ്ട്. ചോറ്റാനിക്കരയിൽ ഞാൻ പെർഫോം ചെയ്തിട്ടുള്ള സ്റ്റേജ് ഇതാണ്. നേരത്തെ ഓഡിറ്റോറിയത്തിൽ ഞാൻ ഇതുവരെ പെർഫോം ചെയ്തിട്ടില്ല. അത് പുതിയത് വന്നതാണോ അത് നേരത്തെ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം ഞാൻ ഇപ്പോൾ വന്നിട്ട് കുറേ കാലങ്ങളായി. ചോറ്റാനിക്കരയിൽ ഞാൻ 2 കൊല്ലം മുമ്പ് വന്നിരുന്നു, ഋത്തുവിന് 1.5 വയസ്സുള്ളപ്പോൾ. പക്ഷെ അന്ന് ഇങ്ങോട്ടൊന്നും പോയില്ല, വേഗം തൊഴുതിട്ട് പോകുമായിരുന്നു. അവിടുന്ന് നേരെ കീഴ്ക്കാവിലേക്ക് പോയി. കീഴ്ക്കാവിൽ ഗുരുതിയുടെ ചടങ്ങുകളൊക്കെ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എങ്കിൽ അതൊന്നും കാണുന്നില്ല, കാരണം 9:15 വരെ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളെ കൊണ്ട് അത്ര നേരം നിൽക്കൽ നിവർത്തിയുള്ള കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വേഗം തിരിച്ചു നടന്നു. തിരിച്ചടക്കുമ്പോൾ ഇഷ്ടംമാതിരി കടകളുണ്ടല്ലോ. അപ്പോൾ ഋതുവിന് എന്തായാലും അതൊക്കെ വേണം. അവിടെ ഏതോ ഒരു കടയിൽ ബലൂൺ ഉണ്ടായിരുന്നു തോന്നുന്നു. അത് വേണമെന്ന് പറഞ്ഞ് കരച്ചിൽ തന്നെയായിരുന്നു വഴിക്കൊക്കെ. ഞങ്ങളത് മേടിച്ചു കൊടുത്തില്ല. ബലൂൺ കൊണ്ട് അമ്പലത്തിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മേടിച്ചു കൊടുത്തില്ല. പിന്നെ ആ കടയ്ക്ക് ഒരു സ്പൈഡർമാൻ്റെ സാധനം മേടിച്ചു കൊടുത്തു. എന്തോ ഭിത്തിയിൽ വെച്ചുമ്പോൾ ആ സ്പൈഡർമാൻ ഇങ്ങനെ ചാടുന്നു, അങ്ങനെ എന്തോ അനിയത്തി പറഞ്ഞു. പക്ഷെ ആ സാധനം മേടിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ആ സാധനം കാണാനില്ല. ഋതു ഭാഗ്യത്തിന് അതിന് വേണ്ടി വാശി പിടിച്ചില്ല. അത് എവിടെ പോയി എന്തോ കാറിലൊക്കെ തപ്പിയിട്ടൊന്നും കിട്ടിയില്ല. ഏതോ വഴിയിൽ ഞാൻ തന്നെ കളഞ്ഞതാണെന്നാ തോന്നണേ. ഋതു ഭാഗ്യത്തിന് അങ്ങനെയൊന്നും ശാഠ്യം പിടിച്ചില്ല. അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് പോടും. കീഴ്ക്കാവിന്ന് നേരെ അയ്യപ്പനെയും തൊഴുത് മുകളിലെത്തി കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്ക്, നിറച്ച് ക്യൂ. നേരത്തെ സുഖമായിട്ട് തൊഴുത് ഞങ്ങളിപ്പോൾ നോക്കുമ്പോൾ ഫുള്ള് ക്യൂ അങ്ങ് താഴത്തേക്ക് ഇറങ്ങിയേക്കാം. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ക്യൂലൊന്നും നിൽക്കേണ്ട വന്നില്ല. ദൈവത്തിൻ്റെ ഒരു അങ്ങനെ എല്ലായിടത്തും തൊഴുതിന് ശേഷം വീട്ടിലേക്ക് പോകാൻ നിന്നപ്പോഴാണ് ഓഡിറ്റോറിയത്തിൽ നിന്ന് വീണ്ടും ഒരു പാട്ട് കാതുകളിലേക്ക് ഓടിയെത്തിയത്. മഹാദേവ ശിവശംഭോ. എത്ര സ്റ്റേജുകളിൽ ഞാൻ പെർഫോം ചെയ്തിട്ടുള്ള ഡാൻസാണ്. അപ്പോൾ അത് കാണാണ്ടൊന്നും പോകാൻ പറ്റില്ലോ എന്ന് കരുതി കുറച്ച് നേരം അതും കണ്ടു. അതിനുശേഷം വീണ്ടും അവിടെ നിന്ന് യാത്ര ചെയ്തു. അമ്പലത്തിൽ തൊഴുതിറങ്ങിയതിന് ശേഷം നേരെ പോയത് എൻ്റെ ഒരു ചേച്ചിയുടെ വീട്ടിലേക്കാണ്. ചേച്ചിയുടെ വീട് ചോറ്റാനിക്കര അമ്പലത്തിനടുത്താണ്. പിന്നെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ആര്യാസി പോയി ചന്ന ഭട്ടൂരയും അതുപോലെ തന്നെ നെയ്റോസ്റ്റും ഒക്കെ കഴിച്ചു. അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തിയപ്പോൾ ഒരു 10:30 ആയി. പിള്ളേരപ്പോഴേക്കും ഉറങ്ങി. പിന്നെ പിള്ളേരെയൊക്കെ കിടത്തി പിന്നെ മുഖമൊക്കെ ഒന്ന് കഴുകി. അതിനുശേഷം എനിക്ക് നല്ലൊരു ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. വയറ് ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ കുറച്ച് അരിഷ്ടമൊക്കെ കുടിച്ചു. ഞാൻ കുടിച്ചത് വിഷമൂല ജീരകാരിഷ്ടമാണ് കേട്ടോ. ഡോക്ടറോടൊന്നും ചോദിക്കാണ്ട് കുടിക്കാമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുടിച്ചത്. അപ്പോൾ ഞാൻ കിടന്നുറങ്ങാൻ പോകണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.